ഒരു വ്യക്തി തന്റെ ജീവിതം എങ്ങനെ രാജ്യത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ഐക്യത്തിനും ക്ഷേമത്തിനും വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നരേന്ദ്രമോദി എന്ന നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി. ഭരണത്തിൽ 23 വർഷം പിന്നിട്ടിരിക്കുകയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി. 2001 ഒക്ടോബർ 7-നാണ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. പൊതുസേവന രംഗത്ത് 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ സമയത്തായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തെ തേടിയെത്തിയത്. പൊതുസേവന രംഗത്ത് 3 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ സമയത്ത് അദ്ദേഹം ഗുജറാത്തിന്റെ അമരക്കാരനാകുന്നു. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തെ തേടിയെത്തുന്നു. ഒരു സാധാരണ RSS പ്രചാരകനായിട്ടാണ് അദ്ദേഹം സേവാ ജീവിതം ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ക്രമാനുഗതമായി ഉയർന്ന് 51 വയസ്സിൽ അദ്ദേഹം BJP ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്നു. വ്യക്തിപ്രഭാവം കൊണ്ട് സഹപ്രവർത്തകരെ അത്ഭുതപ്പെടുത്തിയ അദ്ദേഹം നമോ എന്ന പേരിലാണ് പാർട്ടി പ്രവർത്തകരിൽ അറിയപ്പെടുന്നത്. സംസ്ഥാന BJP ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമം കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടകളെ പോലും നിലം പരിശാക്കുന്നു. വ്യക്തിക്ക് തന്റെ ജീവിതം മുഴുവൻ രാജ്യ താല്പര്യത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി എങ്ങനെ വിനിയോഗിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുസേവനത്തിന്റെ നീണ്ട യാത്രയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. ദേശീയ പരിപാടികളിൽ പൗരന്മാരുടെ ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂട്ടുത്തരവാദിത്തത്തിനും ഉടമസ്ഥതയുടെ ബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള വിവിധ സംരംഭങ്ങൾക്ക് മോദി നേതൃത്വം നൽകി. ജനകീയ പങ്കാളിത്തത്തിന്റെ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ജലസംരക്ഷണം മുതൽ ശുചിത്വം, കായികം എന്നിവ തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിൽ പദ്ധതിക്ക് കാരണമായി. പ്രശ്നങ്ങളെ നിസ്സാരമായി കാണുന്നതിന് പകരം സമഗ്രമായ പരിഹാരമാണ് ആ ഒരു കാഴ്ചപ്പാടിലാണ് മോദി രാജ്യത്തിന് മുന്നിൽ ഓരോ പ്രശ്നങ്ങളും അവതരിപ്പിച്ചത്. രാഷ്ട്രീയ യാത്രയിൽ മോദിയുടെ സന്തന സഹചാരിയായിരുന്ന അമിത്ഷാ പ്രധാനമന്ത്രിയുടെ ഈ നീണ്ട പൊതുജീവിതത്തിൽ സാക്ഷിയായി ഒപ്പം തന്നെയുണ്ട്, വലം കൈയായി തന്നെ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനം 23 വർഷം പിന്നിടുമ്പോൾ ഗുജറാത്തും ആഘോഷ തിമിർപ്പിലാണ്. വികാസ് സപ്താഹ് എന്ന പേരിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി, സബർമതി റിവർ ഫ്രണ്ട്, സൂറത്ത് ഡയമണ്ട് ബോർഡ്, ദ്വാരക സുദർശൻ പാലം എന്നിവ ഉൾപ്പെടെ സംസ്ഥാനത്തുടനീളമുള്ള 23 ചരിത്ര നിർമ്മിതികളിൽ മോദി മുഖ്യമന്ത്രിയായതിനു ശേഷം നേടിയ പ്രധാന നായികക്കല്ലുകൾ എക്സിബിഷൻ രൂപത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഗുജറാത്തിൽ. പ്രശ്നങ്ങളെ നിസ്സാരമായി കാണുന്നതിന് പകരം സമഗ്രമായ പരിഹാരമെന്ന കാഴ്ചപ്പാടാണ് മോദി രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമർപ്പിത സേവനത്തിന്റെ 2 പതിറ്റാണ്ടിലേറെയായി നാം തിരിഞ്ഞു നോക്കുമ്പോൾ 2047ഓടെ വികസിതവും സമൃദ്ധവുമായ ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാകുന്ന ഭാവിയിലേക്ക് ശുതാപ്തി വിശ്വാസത്തോടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.